ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല, കുറേ ദിവസമായി ചീമയുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു ബിരിയാണി വെച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ ഞാൻ ഇടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ, ഞാൻ ആരാന്ന പേര് ഓർക്കുന്നില്ല, നിരന്തരം കമൻറ്റ് ചെയ്യായിരുന്നു, ചേച്ചി ചീമയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ബിരിയാണി എവിടെ, റെസിപ്പി എവിടെയെന്ന് ചോദിച്ചിട്ട്. സമയം കിട്ടിയില്ല, അതിനുള്ള സന്ദർഭം ഒത്തു വന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സാധനം, നമ്മൾ കഴിക്കുന്ന സാധനം തന്നെയാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബിരിയാണി വെക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ബിരിയാണി വെക്കുകയാണ്. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നിസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഞാൻ നിസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഒരു ഔതൻറ്റിക് ടേസ്റ്റിലൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ട് വെച്ചതാണ്. പക്ഷേ ടേസ്റ്റ് വാസ് ഔസം അല്ലേ, യമ്മി. പക്ഷേ വേദയ്ക്ക് വേണ്ടെന്നാണ് പറയുന്നത്. വേണം. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് സിമ്പിളാണ്. പക്ഷേ നമ്മൾ ഈ തീ കനലിലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഭയങ്കര പാടുള്ള പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഏതെന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടാലോ. ആദ്യം എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് ഒന്ന് പറയാം. ഈ ചിക്കൻ ബിരിയാണി അല്ലേ, അപ്പോൾ ചിക്കൻ ആവശ്യമായിട്ടുണ്ട്. ചിക്കനാണിത്. ചിക്കൻ, പുതിനയില അറിയാമല്ലോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിയില. അത് കഴിഞ്ഞിട്ട് സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, സ്റ്റാർ, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഒരു പകുതി നാരങ്ങ. പിന്നെ കുറച്ച് നെയ്യ് ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തില്ല, നെയ്യ്, അയ്യോ അത് കട്ടിയായിരിക്കുന്നു. ഓക്കെ, നെയ്യ് ആവശ്യമായിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള വറുത്തത്, അല്ലാത്ത സവോള ഇടുന്നില്ല, വറുത്ത സവോള മാത്രമാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് സവോള വറുത്തത്, ചിക്കൻ ആവശ്യമായിട്ടുള്ള സവോള വറുത്തത്. പിന്നെ മസാലകളായിട്ട് വേണ്ടത് ചിക്കൻ മസാല വേണം, ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ മസാല, ഗരം മസാല, ജീരകം, സാദാ കുഞ്ഞ് ജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത് മറ്റേ സാജീരകം എന്നൊക്കെ പറയില്ലേ, ആ സാധനം ആയുർവേദ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ മുളക് പൊടി, കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട്. ഇത് ഞാൻ സവോള വറുത്തിട്ട് വെച്ചിരിക്കുന്ന സാധാ പച്ച വെളിച്ചെണ്ണയല്ല, സവോള വറുത്തിട്ട് വെച്ചിരിക്കുന്ന ബാക്കി വന്ന വെളിച്ചെണ്ണ. പിന്നെ തൈര് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ വരട്ടെ എടുക്കുക ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള അരിയുണ്ട്. ആദ്യം ഞാൻ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അരി നമ്മൾ സാധാരണ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വറ്റിച്ചെടുത്താൽ ഇങ്ങനെ കുഴഞ്ഞതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ബസുമതി അരിയിലാണ് ഉണ്ടാക്കുന്നത്. ജീരകശാല കൈമ റൈസ് അല്ല, ബസുമതി അരിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വേവിച്ച് ഊറ്റി മാറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരിയുടെ പരിപാടി സെക്കൻഡ്. ആദ്യം നമുക്ക് ചിക്കൻ, അല്ലെങ്കിൽ എല്ലാം കൂടി കുളമായി പോവും. അപ്പോൾ ജീരകശാല റൈസ് അല്ല, ബസുമതി റൈസ്. ഇതിൽ വയ്ക്കാനുള്ള സ്ഥലം കൂടി ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അരി കാണിക്കുന്നില്ല. ഇത് വേറെ ഒന്നുമില്ല, ഈ സാധനങ്ങളെല്ലാം കൂടി ഈ ചിക്കനിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചിക്കൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമുക്കെല്ലാം കുറേശ്ശെ മിക്സ് ചെയ്താലോ. ഇതിലിട്ട് ഇട്ടോ. വേദന കാര്യം ഞാൻ മറന്നു കേട്ടോ. വേദന നിൽക്കുന്നത് തന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേട്ടോ, ഫസ്റ്റ് നമുക്ക് ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫുൾ ഇടല്ലേ, കുറച്ച് എനിക്ക് ചോറിന് ആവശ്യമായിട്ട് വേണം. കുറച്ചുകൂടി ഇട്ടോ ശക്കലം കൂടി ഇട്ടോ. ഓക്കെ, ഇത് നമുക്ക് ചോറിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചേക്കാവേ. അടുത്ത് പുതിനയില കുറച്ചിട്ടാൽ മതി, എനിക്ക് ചോറിന് ആവശ്യമായിട്ട് വേണം. ഒരു ശക്കലം കൂടി. ഓക്കെ, അടുത്ത് മല്ലിയില അതുപോലെ കുറച്ച്. ഓക്കെ മതി, ബാക്കി മല്ലിയില എനിക്ക് വേണം. ദെൻ പൊടികളിടാം. അതങ്ങ് തട്ടിയാൽ മതി, എൻ്റെ കയ്യിലായാൽ പിന്നെ പാട്. കുഞ്ഞ് ജീരകം, സാദാ ജീരകം. ഗരം മസാല, ഓക്കെ. മഞ്ഞൾപ്പൊടി, ഓക്കെ. മറ്റേ സഹജീരകം എന്ന് പറഞ്ഞ സാധനം, സഹജീരകം നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ കിട്ടും, ഉണ്ടെങ്കിൽ മതിയേ, നിർബന്ധമില്ല. മുളക് പൊടി കേട്ടോ, ഫുൾ ഇട്ടോ. എരിവ് അധികം ബിരിയാണിക്ക് ആവശ്യമില്ല, ചിക്കൻ ആവശ്യമായിട്ടുള്ളത് മതി. ചോറിനൂടെ കണക്കാക്കി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്.
സവോള വറുത്തതിൻ്റെ ബാക്കി വെളിച്ചെണ്ണയാണേ. പിന്നെ സവോള വറുത്തത് ഇത് ഞാനിടാണെങ്കിൽ എനിക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടത്തുള്ളൂ. വേറെ സവോള ഒന്നും ഇടുന്നില്ല, വറുത്ത സവോള മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള നോക്കിയിട്ടിടുക. മതി. എനിക്ക് മിക്സ് ചെയ്യാൻ ഇതിലിട്ട് മിക്സ് ചെയ്യാൻ എന്തായാലും പറ്റില്ല, വേറൊരു പാത്രം എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, സ്റ്റാർ, പിന്നെ കുരുമുളക്, പെരുംജീരകം ഫുള്ള് കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പ് ഞാനിടാം. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണേ. ചിക്കൻ മസാല ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിടാം, കറക്റ്റ് അളവ് കിട്ടൂല, കുറച്ചിട്ടാൽ മതി, ഒരുപാട് വേണ്ട. നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഫുള്ളൊന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഓക്കെ, മതി. കുറച്ച് നെയ്യ് കട്ടയായിരിക്കുന്നു, കുറച്ച് മതി കേട്ടോ, ഒരുപാട് വേണ്ട. എങ്കിലും ചിക്കൻ ആവശ്യമായിട്ടുള്ളത് വേണം. പിന്നെ ഒരു നാരങ്ങ ഫുൾ ഒഴിക്കുന്നുണ്ട്. മതി, ഇനി നീട്ട് പിഴിഞ്ഞാൽ അത് കഴിക്കും. ഓക്കെ, നാരങ്ങ. ഇനി തൈര് കൂടെ ഒഴിക്കാനുള്ളേ കേട്ടോ, കുറച്ചുകൂടെ. ഇതിൻ്റെ ഒന്നും അളവ് എനിക്ക് പറയാൻ അറിയില്ല. ചിക്കൻ ആവശ്യമായിട്ടുള്ള തൈര് 1 സ്പൂൺ കൂടെ ഇടാം, മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പേസ്റ്റും, കുറച്ച് മല്ലിയിലും പുതിനയിലും, കുറച്ച് സവോള വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. റൈസിന് ദമ്മൊക്കെ നമുക്ക് ഇടണം, റൈസ് വേവിക്കാനും ഒക്കെ ആവശ്യത്തിന് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പാത്രത്തിൽ എന്തായാലും മിക്സ് ചെയ്യാൻ പറ്റില്ല, വലിയൊരു പാത്രം എടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ഓക്കെ, വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. തട്ട് വേദ. യെസ്, അത് കൈ കൊണ്ട് ഞാൻ മിക്സ് ചെയ്യാമേ. എനിക്ക് കൈ നീറും, മുളകൊക്കെ ഇട്ടിട്ടുള്ളതാണ്, കൈ നീറും. പിന്നെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം നമ്മളിങ്ങനെ വച്ചിരിക്കണം കേട്ടോ. അപ്പം ആക്ച്വലി ഞാൻ ബിരിയാണി വെക്കുന്നത് നാളെ രാവിലെയാണ്. ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ചെയ്ത് ഞാൻ അങ്ങ് ഫ്രീസറിൽ വയ്ക്കും. രാവിലെ എടുത്ത് പുറത്ത് വെച്ച ശേഷമാണ് ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം ഇങ്ങനെ ചെയ്ത് വെക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം, ഒരു 1-2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വച്ചിരിക്കുക. അപ്പോഴേ ഒന്ന് മസാലയൊക്കെ പിടിച്ച് വരത്തുള്ളൂ കേട്ടോ. നമ്മൾ വേറെ വഴറ്റുകയോ എടുക്കുകയോ ഒന്നുമില്ല. ഇത് ഡയറക്റ്റ് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിലിനി ഒന്നും ചേർക്കാനില്ല, ചോറ് മാത്രമേ ചേർക്കാനായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മസാല പിടിക്കാനായിട്ട് കുറച്ച് സമയം വച്ചിരിക്കാം. ഞാനിപ്പോൾ സമയമുള്ളത് കൊണ്ടാണ് ഇന്ന് ചെയ്തിട്ട് നാളെ എടുത്ത് വയ്ക്കാമെന്ന് കരുതിയത്. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിട്ടത് ഏതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പറയാം, എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും, നിങ്ങൾക്കും കൺഫ്യൂഷനാവും. ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിനയില, തൈര്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകം, മല്ലിപ്പൊടി, ഉപ്പ്. തൈര് പറഞ്ഞായിരുന്നോ? തൈര് എനിക്കൂടെ കൺഫ്യൂഷനായി. നെയ്യ്. അപ്പോൾ എല്ലാ സാധനം ആയില്ലേ. പിന്നെ സ്പൈസസ് ഇത്ര തന്നെ. ജീരകം ഉണ്ടെങ്കിൽ അതുകൂടെ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. എനിക്ക് ഈ പാത്രം ഫ്രീസറിൽ വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. പക്ഷെ അതിലിട്ട് മിക്സ് ചെയ്യാനും നമുക്ക് പറ്റില്ല. നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് മസാല മിക്സ് ചെയ്തിട്ടുണ്ട്. വേദയ്ക്ക് മസാല കുറവുള്ള ബിരിയാണി വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അതുകൊണ്ടല്ല, വേദ മന്തി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ, നമുക്കിത് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ബിരിയാണി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി റൈസിൻ്റെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. റൈസ് നമ്മൾ സാധാ വേവിക്കും പോലെ തന്നെ, അതിലിനി പ്രത്യേകതകൾ ഒന്നുമില്ല. പക്ഷേ ഈ ബിരിയാണി വയ്ക്കുന്നതിൽ ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഇട്ട് വഴട്ടാനോ എടുക്കാനോ ഒന്നിനും നമ്മൾ പോകില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവേ.
ഞാനിപ്പോൾ ഇനി നാളെ രാവിലെ എടുക്കത്തുള്ളൂ. വീഡിയോ ഒന്നായിട്ട് കാണിക്കും, പക്ഷെ ഞാൻ എടുക്കുന്നത് ഇനി നാളെ രാവിലെ ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ വച്ചിരുന്നാലും മതിയാവും. ഇനി നമുക്ക് നാളെ എടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെല്ലാം വച്ചിട്ടുണ്ട്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഞാൻ ഇന്നലെയാണ് വെച്ചത്, ഇന്ന് രാവിലെ പുറത്ത് എടുത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ തണുപ്പെല്ലാം മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണിക്ക് എന്താ റൈസ് വേണം, ചോറ് വയ്ക്കണ്ടേ. അപ്പോൾ ബസുമതി റൈസാണ്, കൈമ റൈസ് അല്ല, നീളമുള്ള വലിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതാട്ടോ റൈസ്, നല്ല നീളമുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി കുതിർത്ത് കഴുകി വെള്ളം മാറ്റി തോരാനായിട്ട്, വെള്ളം മാറാനായിട്ട് വെച്ചിരിക്കുന്ന അരിയാണ്. പിന്നെ അരിക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കനലിലിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. കനലില്ലെങ്കിൽ സിമ്മിലിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് കനൽ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഞാൻ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വിറകടുപ്പായിട്ടൊന്നുമില്ല, 2 കല്ലെല്ലാം വെച്ച് ഞാൻ വെള്ളമെല്ലാം തിളയ്ക്കാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് സ്പൈസസും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി ഫുൾ വേവ് വേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ശേഷം നമ്മൾ ഈ ചിക്കനും അരിയും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചൊന്നെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് സ്പൈസസും ഉപ്പും കൂടിയിട്ട് അരി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി പരിപാടികൾ. ആകെ കൂടിയൊരു പുകമയം. ഞാൻ പറഞ്ഞില്ലേ, അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. അരിക്ക് ആവശ്യമായിട്ടുള്ളത്, ചിക്കൻ ആവശ്യമായിട്ടുള്ളത് ഇന്നലെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് വെന്ത ശേഷം നമ്മൾ അരി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകില്ല, ഇഞ്ചി വെളുത്തുള്ളി മാത്രം. ഇനി നമുക്ക് അരി കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ്, അതുകൊണ്ട് അരി ഇട്ട് കൊടുക്കാതെ. ഒരുപാടങ്ങ് വേവിച്ചെടുക്കണ്ട, നമുക്ക് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി, ഒരുപാട് വേവിക്കണ്ട. ചോറ് നമുക്ക് പകുതി വേവിലാക്കി എടുക്കാതെ, ഒരുപാടിട്ട് വേവിക്കണ്ട, പകുതി വേവിൽ. ചോറ് നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ടേ. ഒരുപാട് സമയത്ത് തിളപ്പിച്ച് വേവിച്ചെടുക്കണ്ട, പകുതി വേവ് മതിയേ. വെന്തോ നോക്കട്ടെ. വെന്തിട്ടുണ്ട്. വെന്ത് പോണ്ട, നമുക്കിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ. ചോറ് മതി കേട്ടോ വെന്തത്. ഇനി നമ്മൾ ദം ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇത്രയും മതി. ഇങ്ങനെ വേവിച്ച് ഊറ്റിയെടുക്കുമ്പോൾ നമുക്ക് ചോറിങ്ങനെ വിട്ട് നല്ലതായിട്ട് കിട്ടും, കുഴങ്ങൊന്നും പോവാണ്ട്. ഇനി നമ്മൾ കനലിലിട്ടാണ് നമ്മുടെ ചിക്കനെല്ലാം വേവിച്ച് എടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇട്ട് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നീളമുള്ള നല്ല അരി കേട്ടോ. പുക കാരണം എനിക്ക് നിൽക്കാൻ വയ്യ. നമ്മുടെ ചോറ് നന്നായിട്ടല്ല, അര വേവിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വേറൊരു പരിപാടിയില്ല, ദമ്മിട്ട് ചോറിനെയും ബാക്കി വേവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും നമ്മുടെ ചോറ് വേവിച്ച പാത്രം തന്നെ വയ്ക്കാം. അതിലേക്ക് ചിക്കൻ എല്ലാം ഇട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ് പരിപാടി കേട്ടോ. ഈ പാത്രത്തിലേക്ക് നമ്മൾ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. ഇതിലേക്ക് തന്നെ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണേ. പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നമ്മുടെ ചെറിയ കനലിൽ കിടന്നാണ് ചിക്കൻ വേകുന്നത്. അപ്പുറത്തൊക്കെ പണി നടക്കുന്നു, അതിൻ്റെ ശബ്ദം ഉണ്ടാവാം. ചോറിനെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ. ബാക്കി വേവ് ഇങ്ങനെ കനലിൽ കിടന്ന് വേണം വേവാനായിട്ട്. വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ്.
നമ്മൾ സാധാ ദമ്മിടും പോലെ കശുവണ്ടിയും മുന്തിരിയും ഒന്നും ഇട്ട് കൊടുക്കില്ല. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുക്കില്ല. കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ബിരിയാണിയുടെ ടേസ്റ്റ് മേക്കറായ നെയ്യ്. കഴിഞ്ഞു ബിരിയാണി. ഇനി കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് വെന്താൽ നമ്മുടെ ബിരിയാണി റെഡി. നൈസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. മൂടി വയ്ക്കുക. കുറച്ച് സമയം, ആദ്യം ഒരു 10-15 മിനിറ്റ് നല്ല തീയിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ചിക്കൻ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, വേവണ്ടേ. ഒന്ന് നല്ല തീയിട്ട് കൊടുക്കുക. ശേഷം കനലിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കിടന്ന് വേവട്ടെ. ഒരു 10-15 മിനിറ്റ് നല്ല തീയിൽ കിടന്ന് വേവട്ടെ. ആഹാ, അടിപൊളി തീ. ഒരു 15 മിനിറ്റ് ഈ തീയിലിരിക്കട്ടെ. അപ്പോഴേ ചിക്കൻ ഒന്ന് വെന്ത് വരത്തുള്ളൂ. എന്നിട്ട് ചെറിയ കനലിൽ വെച്ച് വേവിച്ച് നിസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ഫിറോസ് ഇല്ലേ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ കണ്ട് പഠിച്ചൊരു റെസിപ്പിയാണ്. നല്ലതാട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി. വില്ലേജ് കുക്കിംഗ് ചാനൽ ഫിറോസ്. ഞാൻ പുള്ളിയുടെ ബിരിയാണി എല്ലാം ട്രൈ ചെയ്യാറുണ്ട്. ദം ബിരിയാണിയും അദ്ദേഹത്തിൻ്റെ ആ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഒന്ന് നന്നായിട്ട് തീ കത്തട്ടെ. ശേഷം നമുക്ക് താഴെയും മുകളിലും കനലിട്ട് ബിരിയാണി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വേൾഡ് ഫേമസ് നിസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി മെയിനായിട്ട് കനലിലിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ കനലില്ല എങ്കിൽ ഒന്ന് ലോ ഫ്ലെയിം വെച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഈ ചിക്കൻ ഒന്ന് വെന്ത ശേഷം കനലിൽ കിടന്നാണ് ബാക്കി വേവുന്നത്, റൈസും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് നോക്കുക. എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഓക്കെ, കിട്ടുമായിരിക്കും. ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി, ആ ഒരു ടേസ്റ്റ് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ കനലിൽ വെച്ച് നമ്മൾ വേവിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ്, ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ അതൊരു പ്രത്യേകം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക. മാക്സിമം ഇങ്ങനെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് കനലൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വലിയ റൈസ് എടുക്കുക, കുഞ്ഞ് കൈമ റൈസൊന്നും എടുക്കരുത്. അരി പകുതി വേവിലെടുക്കുക. ഒരുപാട് വേവിച്ചിട്ട് പിന്നെ ദമ്മിട്ടാൽ എല്ലാം കൂടി കുഴഞ്ഞ് കുളമായിപ്പോവും കേട്ടോ. അപ്പോൾ അതെല്ലാം കറക്റ്റ് നോക്കുക. കാരണം ബാക്കി ഇത്രയും സമയം നമ്മൾ കനലിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ കറക്റ്റാക്കി എല്ലാം എടുക്കുക. 15 മിനിറ്റ് നന്നായിട്ട് തീ കൊടുത്ത ശേഷം ഇത് കനലായിട്ടുണ്ട്. മുകളിലും കുറച്ച് കനലെല്ലാം ഇട്ട് നമ്മൾ ദമ്മ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കനലൊക്കെ മാറുന്നവരെ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും കറക്റ്റ് വെന്ത് ചോറും കറക്റ്റ് വെന്ത് കിട്ടേ. സോ ഗൈസ്, നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ സമയമായിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ചാലോ? ഇത് സൈഡൊക്കെ വേണമെങ്കിൽ ഒട്ടിക്കാം. അയ്യോ, ചൂട്. യെസ്, നമ്മുടെ വേൾഡ് ഫേമസ് നിസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ചിക്കനൊക്കെ ഇതാ വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്യട്ടോ വേദ. വേദയ്ക്ക് ചിക്കനൊന്നും മിക്സ് ചെയ്യാൻ ഇഷ്ടമല്ല. ഞാൻ മിക്സ് ചെയ്യണം വേദയുടെ വിത്ത് വേദാസ് പെർമിഷൻ. ചിക്കൻ വെന്ത് പോയി കേട്ടോ. കനലിൽ കിടന്ന് നന്നായിട്ട് കണ്ട. റൈസൊക്കെ നോക്ക്, എല്ലാം നല്ല വിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ചിക്കൻ ബിരിയാണി സെർവ് ചെയ്താലോ? ഇന്ന് വേദയുടെ ഫ്രണ്ട്സ് വേദയും അദർവയും കൂടെയാണ് ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് പറയാൻ പോകുന്നത്. യെസ്, അവർ കഴിക്കാനായിട്ടിരുന്നു. നമുക്ക് കുട്ടികളോട് ചോദിക്കാം എങ്ങനെയുണ്ട് ബിരിയാണി എന്ന്. വേദിക, എങ്ങനെയുണ്ട് ബിരിയാണി? പറയൂ, സത്യസന്ധമായിട്ടുള്ള മറുപടി പറയൂ. ദേ നോക്കി, ചിക്കൻ പീസെല്ലാം നല്ല സ്ലോ കുക്കായിട്ട്, നല്ല ഓവർ കുക്ക്ഡായിട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ. അതുപോലെ റൈസ് നോക്കിയാൽ വെന്ത് കുഴഞ്ഞു പോകുക ഒന്നും ചെയ്യാണ്ട് നല്ല എന്തായിട്ടാ നല്ല ഒന്ന് വേറിട്ട് എന്ത് ഭംഗിക്ക് ചിക്കനും ചോറും കിട്ടിയെന്ന് നോക്കിയേ. അപ്പോൾ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക, എങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ഉടനെ കാണാതെ വരയ്ക്കും. എല്ലാവരും പറഞ്ഞു.